ചെറുതിലെ നന്നായി പാടും, ഒരുവിധം പാടുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ അതിനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്നു. ഷൂട്ടിങ്ങിന് പോകുന്നതിന് മുമ്പ് ടീച്ചറെ ഷൂട്ടിങ്ങിന് കയറുവാണേ, എന്നെ ഒന്ന് ബ്ലസ് ചെയ്തേക്കണം, നന്നായിട്ട് പാടാൻ പ്രാർത്ഥിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മോള് കയറുന്നത്. KG ക്ലാസ് മുതൽ ഞങ്ങൾക്കറിയാം പാട്ടിനായാലും ഡാൻസിനായാലും വളരെ എന്താ പറയുന്നത് മിടുക്കിയായിട്ട് പെർഫോം ചെയ്തൊരു കുട്ടിയാണ്. നന്നായി പാട്ട് പാടും, നല്ല രീതിയിൽ സംസാരിക്കും. ക്ലാസ്സിലെ റൈംസൊക്കെ പാടിക്കുമ്പോൾ ആദ്യം തന്നെ വളരെ നല്ല ശബ്ദത്തിൽ തന്നെയാണ്, കുഞ്ഞ് നല്ല ഈണത്തിൽ തന്നെയാണ് പാടിക്കൊണ്ടിരുന്നത്. ഫ്രീ ടൈമിലൊക്കെ മോളുമായിട്ട് പാട്ട് പാടുകയും കളിക്കുകയും അതുപോലെ ചെറിയ റീൽസൊക്കെ എടുക്കുകയൊക്കെ ചെയ്യും. കദളിവാഴ കയ്യിലിരുന്ന് കാക്കയിന്നുയരുന്നു വിളിച്ച് വിരുന്നുകാര 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 വന്നാട്ടെ വിരുന്നുകാര 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 വന്നാട്ടെ. കദളിവാഴ കയ്യിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ച് വിരുന്നുകാര 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 വന്നാട്ടെ. എൻ്റെ പേര് ധൻശ്രീ ആണ്. ഞാൻ ചിന്മയ വിദ്യാലയ വേദിക്കാണ് സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ പാട്ട് പാടാറുണ്ട്, ഡാൻസും കളിക്കാറുണ്ട്. കുറേ ഷോസ് TV-യിലൊക്കെ ഞാൻ പാടിയിട്ടുണ്ട്. അതേപോലെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ എന്ന് പറയുന്ന ഒരു വേദിയിൽ ഞാൻ പാടിയിട്ടുണ്ട്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6-ലെ MJ അങ്കിളും ആർ ചേച്ചിയും മധു അങ്കിളും എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. അതുപോലെ എൻ്റെ ഈ സ്കൂളിലെ ടീച്ചേഴ്സ്മാരും ഫ്രണ്ട്സും പ്രിൻസിപ്പൽ മാമും ആൻറ്റിമാരും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. എൻ്റെ അച്ഛൻ പാട്ട് സാറാണ്. ഇത്രയും നന്നായിട്ട് ഞാൻ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6-ൽ പാടിയത് എൻ്റെ അച്ഛൻ എനിക്ക് എപ്പോഴും പഠിപ്പിച്ചു തരുന്നുണ്ടാണ്. ഞാൻ 4 വയസ്സ് തൊട്ടാണ് പാട്ട് പാടാറുള്ളത്. അതേപോലെ എൻ്റെ ചേട്ടൻ വയലിനും വായിക്കും. എൻ്റെ അമ്മ സ്കൂളിലത്തെ ഡാൻസ് ടീച്ചറാണ്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6-ൽ ഞാനും അമ്മയും കൂടെ ചന്ദ്രചൂട കളിച്ചപ്പോൾ ജഡ്ജേഴ്സ് നമുക്ക് മുട്ടായി മഴ തന്നു. ഞാൻ എൻ്റെ അമ്മയെ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ അമ്മ. ഹായ്, ഞാൻ ശാലിനി. ഞാൻ ഇതേ സ്കൂളിൽ തന്നെ വർക്ക് ചെയ്യുന്നു, ഡാൻസ് ടീച്ചറാണ്. മോള് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ പാടുന്നുണ്ട്. ചെറുതിലെ നന്നായി പാടും, ഒരുവിധം പാടുമായിരുന്നു. അതുകൊണ്ട് നമ്മളതിനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്നു. പിന്നെ സ്കൂളിൻ്റെ ഫുൾ സപ്പോർട്ട് ഉള്ളതുകൊണ്ട്, ബ്ലെസ്സിങ്സ് ഈശ്വരൻ്റെ ബ്ലെസ്സിങ്സ് ഉള്ളതുകൊണ്ടും ഇത്രയൊക്കെ വേദിയിൽ പാടാൻ പറ്റി. നമ്മൾ ഈ ഫ്ലവേഴ്സിൻ്റെ ഷൂട്ടെന്ന് പറയുന്നത് എറണാകുളത്താണ്. അപ്പോൾ ഒരു ആഴ്ച മാറി നിൽക്കേണ്ടി വരും. ഒരാഴ്ച ഷൂട്ട് കഴിഞ്ഞ് പിന്നെ അടുത്ത ഷെഡ്യൂൾ ഇല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ഷെഡ്യൂൾ, അങ്ങനെ കുറേ ക്ലാസ്സുകൾ മിസ്സാവാറുണ്ട്. അപ്പോൾ ക്ലാസ് ടീച്ചേഴ്സും മോളുടെ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് ടീച്ചേഴ്സ് എല്ലാവരും ഫുൾ സപ്പോർട്ടാണ് സ്കൂളിൽ നിന്ന് തരുന്നത്. പിന്നെ ഷൂട്ടിന് പോകുമ്പോൾ അവിടെ ആയാലും മറ്റ് ചെറിയ കുട്ടികളുടെ ഒരു കാറ്റഗറിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതുകൊണ്ട്, കോമ്പറ്റീഷൻ ഇല്ലാത്തത് കൊണ്ടും ഞങ്ങൾക്ക് മനസ്സിനൊന്ന് റിലാക്സ് ചെയ്താണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. പിന്നെ MJ സാറായാലും മധു സാറായാലും ആയാലും എല്ലാവരും നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ട്. അവിടുത്തെ ഗ്രൂമിങ്, സത്യത്തിൽ കുറച്ച് ടാലൻ്റുള്ള കുട്ടികളെ നമ്മൾ ഇതുപോലുള്ളൊരു ചാനലിലെ കോമ്പറ്റീഷൻ എന്നല്ല, അല്ലാതെ ലെവലിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ കുട്ടികൾക്ക് അവിടുത്തെ ഗ്രൂമിങ് കൊണ്ട് തന്നെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അവരുടെ ടാലൻറ്റ്, കാര്യം അവരുടെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കാനും അവരുടെ ആ ഫീൽഡിൽ അവരുടേതായ രീതിയിൽ നല്ല ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാതരം സപ്പോർട്ടും ഫ്ലവേഴ്സിൽ നിന്നും കിട്ടുന്നുണ്ട്. അപ്പോൾ ഫ്ലവേഴ്സ് ടീംസിനോടും ഇതിനോടൊപ്പം ഞാനൊരു താങ്ക്സ് പറയുകയാണ്. അതുപോലെ സ്കൂളിൻ്റെ സപ്പോർട്ട് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ക്ലാസ് ടീച്ചർ അനു ടീച്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടാണ്, ഫുൾ സപ്പോർട്ടാണ്. നോട്ട്സിൻ്റെ കാര്യത്തിലായാലും ക്ലാസ് മിസ് ചെയ്താലും ടീച്ചർ അതൊന്ന് പറഞ്ഞു കൊടുക്കാനായാലും എല്ലാ സബ്ജക്റ്റ് ടീച്ചേഴ്സും അതുപോലെ സപ്പോർട്ടാണ്. ഇപ്പോൾ സ്കൂളിലെ പ്രിൻസിപ്പളായാലും താങ്ക് യു. അപ്പോൾ സ്കൂൾസിൻ്റെ കാര്യം എടുത്ത് പറയണം, അതുപോലെ ഫ്ലവേഴ്സിൻ്റെ കാര്യം പറയണം. പിന്നെ മോളുടെ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഹസ്ബൻഡാണ് മോളെ മ്യൂസിക് പഠിപ്പിക്കുന്നത്. എന്നുവെച്ചാൽ മ്യൂസിക് ക്ലാസ്സിന് അങ്ങനെ കണ്ടിന്യൂസ് ഇരിക്കാറൊന്നുമില്ല. മ്യൂസിക് ക്ലാസ്സിൻ്റെ സമയത്ത് അവിടെ പോകുന്നു, ഒന്ന് തല കാണിക്കുന്നു, ബ്ലെസ്സിങ്സ് വാങ്ങുന്നു, വരുന്നു. അടുത്ത ഡാൻസ് ക്ലാസ്സിലാണ് കൂടുതൽ സമയം ചിലവഴിക്കുന്നത്. പക്ഷേ നമുക്കൊരു പാട്ട് കൊടുത്താലാണെങ്കിൽ
അത് എന്താണ് ഫുള്ള് പഠിച്ചെടുക്കുന്നതൊരു അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനുണ്ട്. കാര്യം ചെറിയ കുഞ്ഞുങ്ങൾ ഈ പ്രായത്തിൽ അങ്ങനെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു മടി ഒരു പാട്ട് ഒരു 2-3 തവണ നമ്മൾ കേൾക്കുമ്പോൾ നമുക്കൊരു മടി തോന്നും, മടുപ്പ് തോന്നും, ഓഫ് ചെയ്ത് വയ്ക്കും. ഇല്ല ഞാൻ പഠിക്കാമെന്ന് പറഞ്ഞ് വീണ്ടും കേട്ട് പഠിച്ച് ബൈ ഹാർട്ട് ചെയ്യാറുണ്ട്. അതൊക്കെ എല്ലാം ഓരോ ഈശ്വരൻ്റെ ബ്ലെസ്സിങ്സ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. Hari Om, I am Anu, Chinmaya Vidyalaya Vazhakad. I am the class teacher of Dhanashree. She is very good singer and in studies also she is very good. She is very smart and നല്ലതായിട്ട് പാടും. എന്താണ് പാട്ട് നന്നായിട്ട് പഠിച്ച് ഇത്രയും വലിയ ലോങ് സോങ് ആണെങ്കിലും നന്നായിട്ട് പഠിച്ച് പാടാനായിട്ട് കുട്ടിക്ക് പ്രത്യേകം കഴിവുണ്ട്. ചെറിയ കുഞ്ഞ് ക്ലാസ് തൊട്ടേ ആൾ നല്ല മിടുക്കിയായിട്ട് പാടുന്ന കുട്ടിയായിരുന്നു. ഇപ്പം ഇപ്പോൾ ഫ്ലവേഴ്സിൽ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ക്ലാസ്സൊക്കെ മിസ്സായി കഴിഞ്ഞാലും നോട്ട്സൊക്കെ ഞങ്ങൾ ഗ്രൂപ്പിൽ വഴി അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്ത് ഗ്രാസ്പ് ചെയ്ത് പറയുന്ന കൂട്ടത്തിലാണ്. ഒരിക്കൽ പറഞ്ഞു കൊടുത്താൽ തന്നെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്ത് പഠിത്തത്തിലാണെങ്കിലും നല്ല രീതിയിൽ പറയും. ആൾ സ്മാർട്ടാണ്. പിന്നെ ഒരു പരിപാടിക്ക് പോകുന്നതിന് മുമ്പ് ബ്ലെസ്സിങ്സ് ടീച്ചേഴ്സിൽ നിന്ന് വാങ്ങിക്കും. അതിപ്പം എൻ്റെ നിന്ന് മാത്രമല്ല, അവളെ പഠിപ്പിക്കുന്ന എല്ലാ ടീച്ചേഴ്സിൽ നിന്നും ബ്ലെസ്സിങ്സ് വാങ്ങിച്ചിട്ടാണ് കുട്ടി പോകാറുള്ളത്. അവിടെ ചെന്നിട്ടും ഷൂട്ടിങ്ങിന് പോകുന്നതിന് മുമ്പ് ടീച്ചർ ഞാൻ ഷൂട്ടിങ്ങിന് കയറുവാണേ, എന്നെ ഒന്ന് ബ്ലെസ് ചെയ്തേക്കണേ, നന്നായിട്ട് പാടാൻ പ്രാർത്ഥിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മോള് കയറുന്നത്. അപ്പം ആ ഒരു ബ്ലെസ്സിങ്സും നല്ലൊരു പാട്ടുകാരി ആവട്ടെ എന്ന്, ഭാവിയിലും നല്ല പാട്ടുകാരി ആവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹരി ഓം. ധനശ്രീ നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ആ കുഞ്ഞ് വളരെ കഴിവുള്ളൊരു കുട്ടിയാണ്. കാരണം നമുക്ക് KG ക്ലാസ് മുതൽ ഞങ്ങൾക്കറിയാം പാട്ടിനായാലും ഡാൻസിനായാലും വളരെ എന്താ പറയുന്നത് മിടുക്കിയായിട്ട് പെർഫോം ചെയ്യുന്നൊരു കുട്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ആ കുഞ്ഞിന് ഈ ഒരു അവസരം ഫ്ലവേഴ്സ് ചാനലിൽ കിട്ടിയത് തന്നെ സെലക്ഷനായി. അവിടത്തെയും പെർഫോമൻസ് ശരിക്കും നമ്മളെയൊക്കെ അതിശയിപ്പിക്കുന്നതായിരുന്നു. നമ്മുടെ എല്ലാവരുടെയും, അതായത് നമ്മുടെ അധ്യാപകരുടെ എല്ലാവരുടെയും സപ്പോർട്ടും എപ്പോഴും ആ കുഞ്ഞിന് ധനശ്രീക്ക് സ്കൂളിൽ നിന്നുണ്ടാവും. എല്ലാവിധ ഭാവുകങ്ങളും ധനശ്രീക്ക് ഞാൻ ഈ അവസരത്തിൽ നേരുന്നു. ഹരി ഓം. അപ്പോൾ ഇത് ഞങ്ങളുടെ എല്ലാം ധനശ്രീ കുട്ടിയാണ് അല്ലേ. നന്നായി പാട്ട് പാടും, നല്ല രീതിയിൽ സംസാരിക്കും അല്ലേ ധനശ്രീ കുട്ടി. ഞങ്ങളുടെ എല്ലാ സ്കൂളിൽ ആദ്യമായി വന്ന സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നു. കാരണം അമ്മയുടെ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞിട്ടാണ് കരയുന്നത്. അപ്പുറത്തെ സെക്ഷനാണ് അമ്മയുടെ സ്കൂളെന്നാണ് വിചാരിച്ച് വെച്ചിരുന്നത്. പിന്നീട് കരച്ചിലൊക്കെ മാറുകയും ഞങ്ങളോടും കുട്ടികളോടും വളരെ നല്ല രീതിയിൽ ഇടപഴകാൻ തുടങ്ങുകയും ചെയ്തു. ക്ലാസ്സിലെ റൈംസൊക്കെ പാടിക്കുമ്പോൾ ആദ്യം തന്നെ വളരെ നല്ല ശബ്ദത്തിൽ തന്നെയാണ്, കുഞ്ഞ് നല്ല ഈണത്തിൽ തന്നെയാണ് പാടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ആ കഴിവുകൊണ്ട് ആ കുഞ്ഞ് ഇത്രയും നല്ല രീതിയിൽ എത്തി എന്ന് ഓർക്കുമ്പോൾ വളരെയധികം അഭിമാനം തോന്നുന്നു. എൻ്റെ പേര് രമ്യ. ഞാൻ ചിന്മയിൽ വന്നിട്ട് 8 വർഷമായി. അപ്പം ധനിമോളെ ആ വന്ന സമയം തൊട്ടേ നമുക്കറിയാം. എൻ്റെ ഒരു മോളെ പോലെയാണ്. അപ്പം നമ്മൾ ഫ്രീ ടൈമിലൊക്കെ മോളുമായിട്ട് പാട്ട് പാടുകയും കളിക്കുകയും ഇതുപോലെ ചെറിയ റീൽസൊക്കെ എടുക്കുകയൊക്കെ ചെയ്യും. അപ്പം അതുകൊണ്ട് മോളെ ഭയങ്കര കാര്യമാണ് മോൾക്ക് നല്ല കഴിവുള്ള കുട്ടിയാണ്. ഇനി അവൾ ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രാജഹംസമേ മഴവിൽ കൂടിൽ സ്നേഹദൂതുമായി വരുമോ സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ എവിടെ എൻ്റെ സ്നേഹഗായകൻ ഓ രാജഹംസമേ. ഇതാണ് എൻ്റെ സ്കൂളും ടീച്ചേഴ്സും ഫ്രണ്ട്സും ആൻറ്റിമാരും. ഇനിയും ഒരുപാട് പേരുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. താങ്ക് യു.